ഹായ് സ്റ്റുഡൻസ്, അപ്പം നമുക്കൊരു പുതിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം, ജോയിൻ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ജോയിൻ? ജോയിൻ നമ്മൾ മുന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്, രണ്ടോ അതിൽ കൂടുതലോ ടേബിൾസിലെ റോ അല്ലെങ്കിൽ അതിലുള്ള ഡാറ്റ ഒക്കെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നർ ജോയിൻ, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ, റൈറ്റ് ഔട്ടർ ജോയിൻ, ഫുൾ ഔട്ടർ ജോയിൻ. ഓക്കെ, അപ്പോൾ ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺസ് റെക്കോർഡ്സ് ദാറ്റ് ഹാവ് മാച്ചിങ് വാല്യൂസ് ഇൻ ബോത്ത് ടേബിൾസ്. ഇപ്പോൾ രണ്ട് ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ട് ടേബിളിലെയും മാച്ചിങ് ആയിട്ടുള്ള റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡാറ്റ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. ദെൻ ലെഫ്റ്റ് ഔട്ടറിൽ എന്താണ്? റിട്ടേൺ ആൾ റെക്കോർഡ്സ് ഫ്രം ദ ലെഫ്റ്റ് ടേബിൾ. ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ ഡാറ്റയും റിട്ടേൺ ചെയ്യും. കൂടാതെ എന്താണ്? മാച്ച്ഡ് റെക്കോർഡ്സ് ഫ്രം ദ റൈറ്റ് ടേബിൾ. റൈറ്റ് ടേബിളിൽ മാച്ചിങ് ആയിട്ടുള്ള, അതായത് ഫസ്റ്റത്തെ ലെഫ്റ്റ് ടേബിളിൽ മാച്ചിങ് ആയിട്ടുള്ളത് ചിലപ്പോൾ റൈറ്റ് ടേബിളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ മാച്ചിങ് ആയതും എന്ത് ചെയ്യും? റൈറ്റ് ടേബിളിലുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ റൈറ്റ് ഔട്ടർ ജോയിനിൽ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, റൈറ്റിലുള്ള എല്ലാ റെക്കോർഡ്സും നമുക്ക് കിട്ടും. പിന്നെ എന്താണ്, ലെഫ്റ്റിൽ മാച്ചിങ് ആയിട്ടുള്ള മാത്രം റെക്കോർഡ്സ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ദെൻ ഫുൾ ജോയിനിൽ എന്താണ്? റിട്ടേൺ ആൾ റെക്കോർഡ്സ് വെൻ ദർ ഇസ് എ മാച്ച് ഇൻ എയ്തർ ലെഫ്റ്റ് ഓർ റൈറ്റ് ടേബിൾ. ഏതെങ്കിലും ഒന്നിൽ മാച്ചിങ് ഉള്ളത് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. ഓക്കെ, ദെൻ ഇന്നർ ജോയിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെലക്ട് കോളം നെയിംസ്. ഏതൊക്കെയാണ് കോളം നെയിംസ് വേണ്ടത്? അത് ഫ്രം ഏതാണോ ടേബിൾ നെയിം, ഫസ്റ്റ് ടേബിൾ നെയിം, ദെൻ ഇന്നർ ജോയിൻ, രണ്ടാമത്തെ ടേബിളിൻ്റെ നെയിം കൊടുക്കുക. ഓൺ ടേബിൾ 1 ഡോട്ട് കോളം നെയിം ഈക്വൽ ടു ടേബിൾ 2 ഡോട്ട് കോളം നെയിം. ഏതൊക്കെയാണെന്നുള്ള ആ മാച്ചിങ് കണ്ടീഷനാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഫുൾ ഔട്ടർ ജോയിൻ്റെ സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കാണ് വ്യൂസ്. എന്താണ് വ്യൂസ്? വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിർച്വൽ ടേബിളാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു നോർമൽ ടേബിളിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിർച്വൽ ടേബിളാണ്. ലൈക്ക് നമ്മളുടെ ഒരു ഒറിജിനൽ ടേബിളിൻ്റെ പോലെ തന്നെയുള്ള ഒരു ടേബിളാണ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യൂ ടേബിളിൽ എന്താണ്, അല്ലെങ്കിൽ വ്യൂവിൽ എന്താണ് ഉള്ളത്? സാധാരണ നമ്മൾ ടേബിളിൽ എന്തൊക്കെയുണ്ട്? റോ ഉണ്ട്, കോളം ഉണ്ട്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് എന്തിലുള്ളത്? വ്യൂവിലും ഉള്ളത്. ഒരു റിയൽ ടേബിളിൻ്റെ ഒരു ലുക്കുള്ള ഒരു ടേബിളാണത്. ദ ഫീൽഡ്സ് ഇൻ എ വ്യൂ ആർ ഫീൽഡ്സ് ഫ്രം വൺ ഓർ മോർ ടേബിൾസ് ഇൻ ദ ഡാറ്റാബേസ്. ഇപ്പോൾ നമുക്കറിയാം, ടേബിളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളിലത്തെ ഡാറ്റ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അല്ലേ? പക്ഷേ വ്യൂവിൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ടേബിൾസിലെ ഡാറ്റയൊക്കെ ആയിരിക്കും ഈ വ്യൂ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് ആണ് ക്രിയേറ്റ് വ്യൂ. ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ്: ക്രിയേറ്റ് വ്യൂ, വ്യൂവിൻ്റെ നെയിം കൊടുക്കുക. ദെൻ ആസ് സെലക്ട് കോളം 1, കോളം 2, ഏത് ടേബിൾ നമുക്ക് കോളം ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള ആ പേരുകൾ കൊടുക്കുക. ഫ്രം ഏത് ടേബിളിൽ നിന്നാണെന്ന് കൊടുക്കുക. വേർ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, ദെൻ എ വ്യൂ ആൾവേസ് ഷോസ് അപ് ടു ഡേറ്റ് ഡാറ്റ. അതായത് വ്യൂവിൽ എപ്പോഴും എന്തായിരിക്കും? അപ് ടു ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് പുതിയ ഡാറ്റയൊക്കെ ആയിരിക്കും എന്തിലുണ്ടായിരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ചസും എല്ലാം എന്തിൽ കാണിക്കും? വ്യൂ ടേബിളിൽ കാണിക്കും. ഓക്കെ, ദെൻ SQL എങ്ങനെ, SQL അപ്ഡേറ്റിംഗ് എ വ്യൂ, ഒരു വ്യൂ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? ഓക്കെ, അപ്പോൾ അപ്ഡേറ്റിൽ എന്താണ്? ക്രിയേറ്റ് ഓർ റീപ്ലേസ് എന്നാണ്. അതിൻ്റെ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ദെൻ വ്യൂവിൻ്റെ നെയിം കൊടുക്കുക. ആസ് സെലക്ട് കോളം 1, കോളം 2, എത്രയുണ്ടോ അത്രയും കോളം നെയിം കൊടുക്കുക. ഫ്രം ടേബിൾ നെയിം, വേർ കണ്ടീഷൻ. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഇനി എങ്ങനെ ഒരു വ്യൂ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം? ഓക്കെ, ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡ്രോപ്പ് വ്യൂ എന്ന് കൊടുക്കുക. ആ വ്യൂവിൻ്റെ നെയിം, അപ്പോൾ ആ വ്യൂ എന്നുള്ള ടേബിളില്ലേ, വ്യൂ ടേബിൾ എന്താവും? ഡിലീറ്റ് ആയി പോവും. ഓക്കെ, അടുത്ത ടോപ്പിക്ക് വരുന്നത് DBMS ട്രാൻസാക്ഷൻ. നമുക്കറിയാം, ട്രാൻസാക്ഷൻ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ്, അല്ലേ? എന്താണ് ഒരു ട്രാൻസാക്ഷൻ? ഒരു ഗ്രൂപ്പ് ഓഫ് ടാസ്ക് ആണ്. എ ട്രാൻസാക്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ടാസ്ക്. ഒരുപാട് ടാസ്കുകൾ ചെയ്യുന്ന ഒരു എന്താണ് ഗ്രൂപ്പ് ഓഫ് ടാസ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്.
എ സിംഗിൾ ടാസ്ക് ഈസ് ദ മിനിമം പ്രോസസ്സിംഗ് യൂണിറ്റ് വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ഫർദർ. അതായത് ഒരുപാട് ടാസ്കുകളിൽ കൂടി ചേർന്നതാണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിംഗിൾ ടാസ്ക്, ആദ്യത്തെ ഒരു സിംഗിൾ ടാസ്കിന് എന്താണ്, നമുക്ക് എന്താണ് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ആ ടാസ്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്കതിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്താണ്, ഇപ്പോൾ ഒരു എംപ്ലോയി ട്രാൻസ്ഫേഴ്സ് 500 ഫ്രം എസ് അക്കൗണ്ട് ടു ബീസ് അക്കൗണ്ട്. എ അക്കൗണ്ട്, അതായത് 500 രൂപ എ അക്കൗണ്ടിൽ നിന്ന് ബി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആ സമയത്ത് എന്താണ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് സ്മോൾ ട്രാൻസാക്ഷൻ ഇൻവോൾവ് സെവറൽ ലോ ലെവൽ ടാസ്ക്. ഒരു ചെറിയൊരു ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നുണ്ടെങ്കിൽ അതിലെന്താണ് ഒരുപാട് ചെറിയ ചെറിയ ടാസ്കുകൾ അതിൽ വീണ്ടും ഉണ്ടായിരിക്കും. ഇവിടെ നോക്കൂ, ഇപ്പോൾ ഒരു എൻ്റെ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ നമുക്കതിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഓൾഡ് ബാലൻസ് അറിയാൻ പറ്റും, ഏതൊക്കെ അവൈലബിൾ ബാലൻസ്, അപ്പോൾ അതുപോലെ തന്നെ പുതിയ ബാലൻസ് എന്തെങ്കിലും അതിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും, നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടാസ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അക്കൗണ്ടിൽ തന്നെ ചെയ്യുന്നുണ്ട്. സെയിം ആസ് ബിയിലും എന്താണ് ഇതേപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതൊക്കെ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള സ്മോൾ ടാസ്കുകളാണ്. ഈ ഓപ്പൺ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ടാസ്കിൽ നമുക്ക് ഫെർദർ ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ? ആ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ ആ ഒരു ടാസ്കിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊരു പെർട്ടിക്കുലർ ടാസ്ക് എന്താണോ അസൈൻ ചെയ്തിട്ടുള്ളത് അത് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അടുത്തത് വരുന്നത് ആസിഡ് പ്രോപ്പർട്ടീസ്. ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസിഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് അത് എന്തൊക്കെയാണെന്നാണ് താഴെ ഡിസ്കസ് ചെയ്യുന്നത്. എ ട്രാൻസാക്ഷൻ ഈസ് എ വെരി സ്മോൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം ആൻഡ് ഇറ്റ് മേ കണ്ടെയ്ൻ സെവറൽ ലോ ലെവൽ ടാസ്ക്. നേരത്തെ പറഞ്ഞു, ഒരു ട്രാൻസാക്ഷനിൽ എന്തുണ്ടായിരിക്കും, സോ മെനി ലോ ലെവൽ ടാസ്കുകൾ ഉണ്ടായിരിക്കും. A transaction in a database system must contain atomicity, consistency, isolation and durability. ആ ആസിഡ് എന്നുള്ളതിൻ്റെ ഫുള്ളാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിസിറ്റി, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഈ 4 നെയിമാണ് ആസിഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. This is commonly known as acid property in order to ensure accuracy, completeness and data integrity. നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അത് ആക്യുറേറ്റ് ആയിട്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ട്രാൻസാക്ഷൻ നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി എന്താണ് അറ്റോമിസിറ്റി എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, this property states that a transaction must be treated as an atomic unit, that is either all of its operations are executed or not. അറ്റോമിസിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ എല്ലാ ഓപ്പറേഷൻസും അത് എക്സിക്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ തീരെ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുക, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു പ്രോപ്പർട്ടിയാണ് അറ്റോമിസിറ്റി. There must be no state in a database where transaction is left partially completed. അതിലിപ്പോൾ പകുതി വെച്ച് നിർത്തി വയ്ക്കുക അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഒന്നും വരാൻ പാടില്ല. ഫുള്ളായിട്ട് തുടങ്ങി വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, തുടങ്ങാണ്ടിരിക്കുക. അതാണ് അറ്റോമിസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. ദെൻ സ്റ്റേറ്റ് ഷുഡ് ബി ഡിഫൈൻഡ് either ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ഓർ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്യണം. ഓക്കെ. അതാണ് അറ്റോമിസിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ ഡാറ്റാബേസ് മസ്റ്റ് റിമെയിൻ ഇൻ എ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് ആഫ്റ്റർ എനി ട്രാൻസാക്ഷൻ. അതായത് അതിലൊരു ചേഞ്ചസോ അല്ലെങ്കിൽ മറ്റൊരു ട്രാൻസാക്ഷൻ അത് എഫക്റ്റ് ചെയ്യേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എപ്പോഴും കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം, അത് നിൽക്കണം. ഇഫ് ദ ഡാറ്റാബേസ് വാസ് ഇൻ എ കൺസിസ്റ്റൻറ്റ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ ഇറ്റ് മസ്റ്റ് റിമെയിൻ കൺസിസ്റ്റൻറ്റ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ ആസ് വെൽ. അതായത് ഒരു ട്രാൻസാക്ഷൻ തുടങ്ങിയതിൻ്റെ മുന്നേ അത് കൺസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കണം,
ആ ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിൽ, അതായത് മറ്റുള്ള ട്രാൻസാക്ഷനൊന്നും എഫക്റ്റ് ചെയ്യാതെ, ഡാറ്റാബേസിനൊന്നും ചേഞ്ചസ് വരുത്താതെ, അത് എന്താണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് ചെയ്യുന്നത് വരെ അത് എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതാണ് അത് മീൻ ചെയ്യുന്നത്. ദെൻ ഡ്യൂറബിലിറ്റി. എന്താണ് ഡ്യൂറബിലിറ്റി? The database should be durable enough to hold all its latest updates even if the system fails or restarts. അതായത് ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ്റെ സമയത്ത് എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫെയിലായി പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, അത് അഡാപ്റ്റബിൾ ആയിരിക്കണം. അതായത് ഒന്നെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, ഫെയിൽ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് റീസ്റ്റാർട്ട് ചെയ്യും. അതാണ് ഡ്യൂറബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് ചെയ്യണം. അന്നെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സ് അത് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഫെയിൽ ചെയ്യും അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് അവിടെ ചെയ്തിരിക്കും. ഇഫ് എ ട്രാൻസാക്ഷൻ അപ്ഡേറ്റ്സ് എ ചങ്ക് ഓഫ് ഡാറ്റ in a database and commits, then the database will hold the modified data. ഓക്കെ, അപ്പോൾ എന്താണ്, ഇഫ് എ ട്രാൻസാക്ഷൻ അപ്ഡേറ്റ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ കമ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡാറ്റയും അല്ലെങ്കിൽ എല്ലാ എക്സിക്യൂഷനും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു സ്റ്റേറ്റാണ് കമ്മിറ്റ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, അതും ഇതിന് അഡാപ്റ്റബിൾ ആയിരിക്കും. ആ മോഡിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ ഇതിലേക്ക് വരണം. Then if a transaction commits but the system fails before the data could be written onto the disk, then that data will be updated once the system springs back into a action. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഫെയിലർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിർത്തി വയ്ക്കാതെ ഒന്നെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അപ്ഡേഷനൊക്കെ വന്നിട്ട് അതെന്ത് ചെയ്യും, ആ ഒരു ടാസ്ക് റീബാക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഡ്യൂറബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു എന്താ പറയുക, ഓരോ ട്രാൻസാക്ഷനും ഒന്നിനെ അഫക്റ്റ് ചെയ്യാതെ മറ്റൊന്നിനെ അഫക്റ്റ് ചെയ്യാതെ അതിൻ്റെ സിംഗിൾ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഇൻ എ ഡാറ്റാബേസ് സിസ്റ്റം വേർ മോർ ദാൻ വൺ ട്രാൻസാക്ഷൻ ഹാസ് ബി എക്സിക്യൂട്ടഡ് സൈമിൾട്ടേനിയസ്ലി. നമുക്കറിയാം ട്രാൻസാക്ഷൻ ഒന്നിൽ കൂടുതൽ എന്താണ് പ്രോസസ്സുകൾ അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദ പ്രോപ്പർട്ടി ഓഫ് ഐസൊലേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ ദ ട്രാൻസാക്ഷൻ വിൽ ബി ക്യാരിഡ് ഔട്ട് ആൻഡ് എക്സിക്യൂട്ട്സ് ആസ് ഇഫ് ഇറ്റ്സ് ദ ഓൺലി ട്രാൻസാക്ഷൻ ഇൻ ദ സിസ്റ്റം. അതായത് എന്താ, മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എന്താണ് അവരുടെ ടാസ്കുകൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നോ ട്രാൻസാക്ഷൻ വിൽ അഫക്റ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് എനി അതർ ട്രാൻസാക്ഷൻ. നേരത്തെ പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആസിഡ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സീരിയലൈസബിലിറ്റി. ഇതെന്താണ് സീരിയലൈസബിലിറ്റി? വെൻ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആർ ബീയിങ് എക്സിക്യൂട്ടഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഇപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. സോ ആ സമയത്ത് എന്താണ്, അവിടെ എന്താണ്, ഒന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന്, അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് സീരിയലൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ ക്രൊണോളജിക്കൽ എക്സിക്യൂഷൻ സീക്വൻസ് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ഷെഡ്യൂൾ. ഷെഡ്യൂൾ മീൻസ് നമുക്ക് ഒന്ന് ഇതേപോലെ തന്നെ സെയിം നമുക്ക് ഓരോ ഷെഡ്യൂളാക്കി തിരിക്കുക എന്നൊക്കെ പറയില്ലേ. അതായത് ഒരു പ്രത്യേക മാനർ ഉണ്ടായിരിക്കും ഓരോന്ന് ചെയ്യുന്നതിന്, അതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഓരോ ട്രാൻസാക്ഷൻസും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എ ഷെഡ്യൂൾ ക്യാൻ ഹാവ് മെനി ട്രാൻസാക്ഷൻ ഇൻ ഇറ്റ്. ഒരു ഷെഡ്യൂളിൽ തന്നെ എന്താ, ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം. ഈച്ച് കംപ്രൈസിങ് ഓഫ് ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഓരോന്നും അതിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ടാസ്കുകൾ ഉണ്ടെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ഷെഡ്യൂളും നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.